ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. 1 കപ്പ് വെച്ചിട്ട് നമുക്കൊരു 3 ഗ്ലാസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊതിർന്ന് കിട്ടണമെങ്കിൽ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ 1/4 കപ്പിൽ കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഓൾറെഡി നമ്മൾ പൊതിർത്തി വെച്ച ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവും ഗോതമ്പിൽ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ തവിടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് അരിപ്പയിലൂടെ ഇതിൻ്റെ പാല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ആ തവിട് നമുക്ക് ആവശ്യമില്ല, വേസ്റ്റായിട്ട് കളയാം. ഈ ഒരു പാല് മാത്രമാണ് നമ്മൾ ഡ്രിങ്കിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് വെച്ചിട്ട് 1.5 കപ്പ് പാല് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടുതലായിട്ട് ഇടേണ്ട. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് അതിൻ്റെ പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കൈയെടുക്കാതെ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഗോതമ്പായതുകൊണ്ട് തന്നെ. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല ഒന്ന് വിട്ട് വരുന്നത് വരെ, ഒരു തിള വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ നുറുക്ക് ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി വിട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് തണിഞ്ഞ് വന്നാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു കപ്പ് പാലും പിന്നെ പിങ്ക് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി നുറുക്ക് ഗോതമ്പിൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഇത് കഴിച്ച് ആരും പറയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടിയിട്ടും നല്ലോണം തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഗോതമ്പായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ടൈം അങ്ങനെ വെക്കാൻ പറ്റില്ല, അപ്പോൾ തിക്കായി പോകും. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കൂടി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിങ്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇട്ട് കൊടുത്താലും മതി, അപ്പോഴും നല്ലൊരു പിങ്ക് കളർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ, താങ്ക് യു.